ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ട്വിൻസ് വ്ലോഗ് ബൈ അബി ആൻഡ് ഗ്രീഷ്മ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടോടം കരം. അതെ, ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ. അതെ, സ്റ്റോറി ബൈ നോബിൾ ബാബു തോമസ്. അപ്പൊ പുള്ളി തന്നെയാണ് ഇതില് ലീഡിങ് റോൾ ചെയ്തേക്കണത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റോറി ലൈൻ ഇച്ചിരി വീക്കാണ്. ഞങ്ങൾ നെഗറ്റീവ്സ് പറയാം. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഹോളിവുഡ് റേഞ്ച് ആണ് ട്രൈ ചെയ്തേക്കണെന്ന് മനസ്സിലായി. വിനീത് ശ്രീനിവാസൻ നമ്മുടെ സൗത്ത് ഇന്ത്യൻ, അതായത് ചെന്നൈ, തമിഴ്നാട്, കേരളം, പാലക്കാടൊക്കെ വിട്ടിട്ട് പുറത്തേക്ക് പോയത് കൊള്ളാം. നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ കിഡിലൻ ഷോർട്സ് ആയിരുന്നിട്ടല്ല, അടിപൊളിയായിട്ട് വൈഡ് റേഞ്ചും ഒരു ഹോളിവുഡ് റേഞ്ചിൽ തന്നെയാണ് സിനിമോട്ടോഗ്രാഫി വയ്ക്കണത്. പടത്തിലെല്ലാം പോസിറ്റീവാണ്. മ്യൂസിക്, ബീജി, സ്റ്റൺ കോറിയോഗ്രാഫി ഒരു രക്ഷയില്ല, കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സിനിമോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. പെർഫോമൻസ് ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആശാൻ മെയിൻ നെഗറ്റീവ് റോള് പടത്തിലുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര കാര്യമായിട്ട് അത് ഫീൽ ചെയ്തൊന്നുമില്ല. കാരണം അങ്ങനെ പുള്ളിക്ക് വലിയ പെർഫോമൻസിനോ അങ്ങനത്തെ സ്പേസ് ഉള്ള ഒരു റോളൊന്നുമല്ല. വില്ലനാണ്. പക്ഷെ പേര് മാത്രം എന്നൊക്കെ പറയും. പുള്ളിനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് തോക്കൊക്കെ ആയിട്ട് റോൾ ഇട്ടിട്ട് പോകും. അങ്ങനത്തെ സീനൊക്കെയാണ്. കൊള്ളാം, നല്ലോണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പടം അതല്ലാണ്ട് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്നുള്ള നമ്മുടെ ആരൊക്കെയാണ്? മനോജ് കെ ജയൻ, പിന്നെ സ്റ്റാർ കാസ്റ്റിനോട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അതായത് ബാബു ആന്റണി, ബാബുരാജൊക്കെ എന്റെ ബാബുരാജാണ് ചിരിപ്പിക്കണം ഫുള്ള്. എന്റെ ത്രൂ ഔട്ട് പടം തുടങ്ങുമ്പോ തൊട്ട് അവസാനം വരെ ബാബുരാജ് ഉണ്ട്. കോമഡി അങ്ങനെ ഫുൾ ത്രൂ ഔട്ട് കോമഡി പടം നല്ലത്. പക്ഷെ ഇവര് മൂന്നുപേരും ഇടക്കിടക്ക് ആ ഒരു സീരിയസ്നെസ്സിലാണ് പോണെങ്കിലും ഇടക്കിടക്ക് കുറച്ച് തമാശയൊക്കെ വന്നത് ഇവരുടെ മൂന്നുപേരുടെയും. പടം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസ് അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ സ്റ്റോറി ലൈൻ ഭയങ്കര വീക്കായിട്ട് തോന്നി. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് മെയിൻ സബ്ജക്ട്. കണ്ട് മതിയായ സബ്ജക്റ്റ് ആണ്. പക്ഷെ അത് ബോറടിപ്പിക്കാണ്ട് എടുത്തേക്കണത് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പൊട്ടൻഷ്യൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. പുള്ളി അടിപൊളിയായിട്ട് തന്നെ സ്ക്രീൻ പ്ലേ ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നമുക്കൊക്കെ ഫീൽ ചെയ്യണ്ടേ പടം ഇങ്ങനെ ഓക്കെ അടുത്തതാണ് സംഭവിക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ പടം തന്നെയാണ്. അതായത് നമുക്ക് സ്റ്റോറി ലൈൻ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നതായിരിക്കും ഇന്ന ആള് ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷിക്കുന്നതായിരിക്കും സ്റ്റോറി എന്നുള്ളത് നമുക്കറിയാം. പ്രഡിക്റ്റബിൾ ആണ് എല്ലാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. ബട്ട് സ്റ്റോറി ലൈൻ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വീക്കാണ്. ബാക്കി എല്ലാം പോസിറ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ സ്റ്റോറി ലൈൻ ആണ് ഏറ്റവും ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ടൈം പാസിനൊക്കെ പോയിരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഫിലിം. അത്രയുള്ളൂ. പടം ഇഷ്ടമായെങ്കിൽ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടതാണ്.